ഹലോ, ചട്ടി കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹസ്ബൻഡാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ദാണ്ടേ ഇതൊക്കെ അരിഞ്ഞു കൊടുത്ത് സഹായിച്ചത് ഞാനാണ്. സവോളയുണ്ട്, മുളകുണ്ട്, ടൊമാറ്റോയുണ്ട്, പിന്നെ നമ്മുടെ വെളുത്തുള്ളിയുണ്ട്, ചെറിയുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, കറിവേപ്പിലയുണ്ട്, പിന്നെ പുളി വെള്ളത്തിൽ പിഴിഞ്ഞതുണ്ട്, പിന്നെ നമ്മുടെ മെയിൻ താരം മീനുണ്ട്. 1 കിലോ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ കടുക് അതുപോലെ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ആഡ് ചെയ്തു. ഒപ്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ നമ്മൾ ചെറിയുള്ളിയും ആഡ് ചെയ്യുന്നുണ്ട്. ചെറിയുള്ളി ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടും. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. എല്ലാം ഹസ്ബൻഡിൻ്റെ ഫേസ് വീഡിയോയിൽ കാണിക്കരുതെന്ന് പ്രത്യേക റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും 2-3 സൈഡ് ഷോട്ടെങ്കിലും കാണിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അങ്ങനെ നമ്മൾ സവോള ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇത് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ദാണ്ട് ഈ സമയത്ത് നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആഹാ! അങ്ങനെ നമ്മുടെ സവോളയും എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ മുളക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും മുളകോ എന്ന് ആരും ഓർക്കരുത് കേട്ടോ. ഞങ്ങൾ 2 പേരും എരിവിൻ്റെ ആൾക്കാരാണ്. പിന്നെ നമ്മൾ ദാണ്ടേ ടൊമാറ്റോ ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ മൊത്തം നല്ലൊരു കളർഫുള്ളായിട്ട് വെന്തതിന് ശേഷം ആവശ്യത്തിനുള്ള മസാലകളെല്ലാം ചേർക്കാൻ പോവുകയാണേ. ആദ്യം തന്നെ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു കൃത്യം അളവിലൊന്നുമല്ല കേട്ടോ മസാലകൾ ചേർക്കുന്നത്, ഒരു ഊഹം വെച്ച് അങ്ങ് ഇടുവാണേ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തു. അതിനുശേഷം മല്ലിപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പുളിവെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഇതിനകത്തുനിന്ന് പുളി അവസാനം കുറച്ച് നേരം വെച്ചിട്ട് പുളി മാത്രം എടുത്ത് കളയൂ കേട്ടോ. ഇപ്പം നമ്മുടെ ഗ്രേവി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. നമുക്ക് എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിക്കുക കേട്ടോ. അങ്ങനെ ഈ ചാറ് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ 2 പേരും കൂടെ ഇതിൻ്റെ എരിവും പുളിയും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാം കറക്റ്റായിട്ടുണ്ട്. എരിവും പുളിയും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. മീൻ ഓരോന്നായിട്ടെടുത്ത് മീൻ ചാറിലോട്ട് ഇടുവാണേ. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് മീൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ 20 മിനിറ്റിന് ശേഷം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ സ്പെഷ്യൽ നല്ല ചൂട് കപ്പയും മീൻ കറിയുമാണ്. ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.